യെസ്, ജോർജ് കുട്ടിയുടെ മൂന്നാമത്തെ വരവ് ദൃശ്യം 3 നല്ല രാത്രിയാണ് കണ്ടത്. പടത്തിൻ്റെ എന്നെ സംബന്ധിച്ചുള്ള പടത്തിൻ്റെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല എന്ന് പറയേണ്ടി വരും. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് സിനിമ ആ ഫസ്റ്റ് ഹാഫ് സെഷൻ ഇങ്ങനെ പോവാണ്, ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഈ ജോർജ് കുട്ടി ആരാണ്, എന്താണ് പുള്ളി ചെയ്തത്, പുള്ളിയുടെ ജീവിത സെറ്റപ്പൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. എന്നാലും വീണ്ടും വീണ്ടും അതന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു കാര്യപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ പുള്ളി ഒരു കേബിൾ ഓപ്പറേറ്റർ ആയിരുന്നു, സ്വന്തമായിട്ട് നടത്തുന്ന. സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ പുള്ളി ഒരു തിയേറ്റർ ഓണറായി. തേർഡ് പാർട്ടിൽ വന്നപ്പോൾ ഫിലിം പ്രൊഡ്യൂസറായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ആ ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ കണ്ട സാധനം തന്നെ വീണ്ടും വീണ്ടും കാണിച്ച് നമുക്കിങ്ങനെ ഒരുപാട് ലെങ്തി ആയിട്ട് ഇങ്ങനെ പോകുന്ന പോലെ തോന്നുന്നത്. എന്താണ് ഡയറക്ടർ ഉദ്ദേശിച്ചത്, കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ള സാധനം എത്തുന്ന ആ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. അത് എന്തിനാണ് അത്ര സമയം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ഹാഫൊക്കെ നമ്മളിങ്ങനെ വളരെ ഫ്ലാറ്റായിട്ടിരുന്ന് കാണുമായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഒരു നോർമൽ സാധനം, ഒരു നോർമൽ സിനിമ, അല്ലെങ്കിൽ ഒരു നമ്മൾ സീരിയലൊക്കെ കാണുന്ന സമയത്ത് ഉണ്ടാവില്ലേ, എന്തൊക്കെയോ ഇവൻറ്റ്സ് ഇങ്ങനെ നടക്കുന്നു, അതായത് ആ ഫാമിലിയിൽ നടക്കുന്ന ഇവൻറ്റ്സ് യൂഷ്വലി എന്തൊക്കെയാണ് ഒരു ഫാമിലിയിൽ നടക്കുക അതൊക്കെ ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു റിലീഫ് കിട്ടിയത് തന്നെ ആ ഇൻ്റർവെൽ ബ്ലോക്ക് ആയപ്പോഴാണ്. അത് ഒരു ഗംഭീര സാധനമായിരുന്നു. നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഈസ് സംതിങ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് തന്നിട്ടാണ് ഇൻ്റർവെല്ല് ബ്ലോക്ക് ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ക്യാരക്ടറിൻ്റെ റിട്ടേൺ ഉണ്ട്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടോളൂ, കണ്ടിട്ട് മനസ്സിലാക്കിക്കോളൂ. പക്ഷേ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു റീഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് പോലും പിന്നീട് ആ ക്യാരക്ടറിന് സംഭവിക്കുന്ന കാര്യം ഒട്ടും ഡൈജസ്റ്റബിൾ അല്ലായിരുന്നു. കാരണം നല്ല ഒരു മോട്ടീവുള്ള ക്യാരക്ടറായിരുന്നു. ആ സിനിമ നമുക്ക് എല്ലാ പാർട്ടും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ക്യാരക്ടറിന് അത്യാവശ്യം ഫീച്ചേഴ്സും അത്യാവശ്യം അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ വളരെ ലെയിമായിട്ട് അവസാനിച്ച പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത്. അത് ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാകുമായിരുന്നു. പക്ഷെ അത് അവസാനിച്ച ഘട്ടത്തിൽ ഈ പറഞ്ഞതാണ് സംഭവിച്ചത്. പക്ഷെ എനിക്കിത് പറയാൻ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരത് ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇമോഷണൽ സംഗതികളാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത്ര ഒരു എന്താ പറയുക, ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിച്ച് തീർത്ത, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ അവരുടെ ജീവിതം ഉണ്ടല്ലോ ആ ഫാമിലീൻ്റെ, വളരെ എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള, ഒരിക്കലും ഒരു ഫാമിലി ചെന്ന് പെടാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ഇവൻറ്റ് നടന്ന ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ ആ ഇമോഷണൽ സൈഡ് കുറേയൊക്കെ അവർ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ലാലേട്ടൻ അത് ആ ക്യാരക്ടർ പേറുന്ന ഒരു വിഷമമുണ്ടല്ലോ, വിഷമം, സങ്കടം, അദ്ദേഹത്തിന് ചില സമയത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ പോലും തേർഡ് പാർട്ടിൽ കാണുന്നുണ്ട്. ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ടപ്പ എന്നായിരുന്നു ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൽ വന്നപ്പോൾ കുറച്ചും കൂടി ഏജ് പ്രോഗ്രഷൻ സംഭവിച്ചിട്ടുണ്ട്. 10-14 വർഷമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ ആ ക്യാരക്ടറിൽ കറക്റ്റായിട്ട് ട്രേറ്റ് വൈസ് പിടിച്ചിട്ടുണ്ട്. ഒരിക്കലും വേറൊരു വ്യക്തിനെ വേദനിപ്പിക്കാത്തൊരു മനുഷ്യൻ ഈ സിനിമയിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആ ഇമോഷണൽ ആർക്ക് ഓഫ് ലാലേട്ടൻസ് ജോർജ് കുട്ടി അത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് എന്താ പറയുക, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് നമ്മൾ. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യത്തിൽ നമ്മൾ അനുഭവിച്ച സാധനം ഉണ്ടല്ലോ, ഇത് ഫസ്റ്റിലാണ് സൂപ്പറായിട്ട് വന്നിട്ടുള്ളത്. സെക്കൻഡിൽ വന്നപ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ത്രില്ലർ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, പിടിക്കുമോ പിടിക്കില്ലേ, പിടിക്കാണ്ടിരിക്കാൻ എന്താ ചെയ്യുന്നത്, ആ സംഗതിക്കല്ല ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ഭൂരിഭാഗം സമയം ആ ഇമോഷണൽ ജേണിക്കാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. അത് അത്രത്തോളം അങ്ങോട്ട് എനിക്ക് ദഹിച്ചിട്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം എന്ന് പറയുന്നത് മറ്റേതായിരുന്നു. എന്താണ് പുള്ളി ചെയ്യാൻ പോകുന്നത്, വീണ്ടും ഒരാൾ വന്ന് ഇത് റീഓപ്പൺ ചെയ്യുമ്പോൾ, ലൈക്ക് ഇത് ഈ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ വീണ നന്ദകുമാറാണ് ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, പുള്ളിക്കാരിയുടെ കഥാപാത്രം ഇതേപോലെ തന്നെ നല്ലൊരു കഥാപാത്രമാവുന്നതാണ് ഇൻട്രൊഡക്ഷനും ഇനീഷ്യൽ സീക്വൻസിലൊക്കെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ എന്താ പറയുക, കാറ്റത്ത് വരുന്ന ഇല പോലെ എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന രീതിയിലൊരു ഒരു ക്ലോഷറാണ് ആ കഥാപാത്രത്തിന് കിട്ടിയത്. അതും എനിക്ക് നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള സംഗതിയോ ക്യാരക്ടറോ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സംഭവമാണ്. പിന്നെ
ജിത്തു പറയണ്ട, ഇത് ഇൻ്റർവ്യൂസിലൊക്കെ ഇതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചുള്ള വിവരം വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ക്ലൈമാക്സിൽ നമ്മൾ എല്ലായ്പ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന ദാറ്റ് അൺഎക്സ്പെക്റ്റഡ് തിങ് ഉണ്ടല്ലോ, അത് വന്ന സമയത്ത് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമോ അങ്ങനത്തെ ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇവൻറ്റ് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ ഇവൻ്റ് ഉണ്ടല്ലോ, അതിലെനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന്. ഇത് സംഗതി വ്യത്യാസമാണ്. പക്ഷേ ഇയാൾ അങ്ങനെ ചെയ്യുമോ, അയാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ എന്നൊരു ചിന്തയും കൂടി എനിക്ക് തോന്നി ആ ക്ലൈമാക്സിലെ ആ സീക്വൻസ് കഴിഞ്ഞ സമയത്ത്. വേറെ കുറേ രീതിയിലൊക്കെ ഇദ്ദേഹത്തിന് ആ കാര്യം ഡീല് ചെയ്യാമായിരുന്നില്ലേ എന്നൊരു തോന്നൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇവൻറ്റ് സർപ്രൈസിങ്. അങ്ങനെ ചെയ്തത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സംഗതി തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ സിനിമേൻ്റെ ആകെ മൊത്തം സംഗതി എടുക്കുമ്പോൾ ഇത് ക്ലൈമാക്സ് കണ്ടുപിടിച്ച് ആ ഹുക്കിംഗ് സാധനം കിട്ടിയതിന് ശേഷം തിരിച്ചെഴുതുമ്പോഴുള്ള എല്ലാ പോരായ്മകളും ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കുറേ സീക്വൻസുകളുണ്ട് ആ ഒരു ക്ലൈമാക്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. അതൊക്കെ എനിക്ക് ഒരു പരിധി കൂടുതൽ സെയിം റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ബോറിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിന് കൊടുത്ത ഒരു ക്യാരക്ടർ ട്രെയ്റ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിലുള്ള ഒരു സംഗതി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. അത് സിനിമയിലുടനീളം പുള്ളി അങ്ങനെ തന്നെയാണ് വരുന്നത്. അങ്ങനെ കൊടുക്കേണ്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരാളായിരുന്നു. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആരായിരുന്നു, എന്താണ് ക്യാരക്ടറിൻ്റെ ആ ഒരു പ്രത്യേകത. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു മോശം അനുഭവമായിട്ടൊന്നും തോന്നിയില്ല. ലൈക്ക് ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു അളവുക്കുള്ള ഒരു സംഗതി കിട്ടിയില്ല. ദൃശ്യം 3 എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സാധനം കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല സെറ്റപ്പ് ആയിരുന്നു. നല്ല ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് പുള്ളി നടക്കുന്നതും വരുന്നതും. റിച്ചായല്ലോ, ലൈഫ് സ്റ്റൈൽ മാറി. പക്ഷേ പുള്ളിയുടെ ആ ഒരു വീടും സ്ഥലമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ക്യാരി ചെയ്യുന്ന രീതി, പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ലാലേട്ടനെ. നല്ല ഷർട്ടുകൾ ഉണ്ടായിരുന്നു. ജിത്തു ജോസഫിൻ്റെ വൈഫ് തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ദൃശ്യത്തിലെ സാധാരണ കണ്ടുവരുന്ന BGM കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇമോഷൻസിനെ ലിഫ്റ്റ് ചെയ്യാൻ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. എന്താണ് പുള്ളിയുടെ മനസ്സിൽ കൂടെ പോകുന്നതെന്നുള്ള സംഗതിയൊക്കെ ചില സ്ഥലത്ത് ജംസ്കെയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ സിനിമയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ അതിപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി രസമുണ്ടായിരുന്നു, ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് പോയത്. പുള്ളിക്കാരി ഇത് കണ്ടപ്പോൾ ആ ഒരു ജംസ്കെയർ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മൂഡ് നിലനിർത്തിയത്, ലൈക്ക് ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു സംതിങ് ഫിഷി ആണെന്നിട്ടുള്ള ഒരു അന്തരീക്ഷം ആ സെറ്റപ്പൊക്കെ ഫസ്റ്റിലും സെക്കൻഡിലും ഉള്ളതിനെക്കാട്ടി കുറച്ചുകൂടി ഒരു നാടകീയത ഉണ്ടായിരുന്നു. ആ വീടിൻ്റെ അന്തരീക്ഷം ഷൂട്ട് ചെയ്ത രീതി പറഞ്ഞ പോലെ ഈ സംഗതിയിലോട്ട് എത്തിക്കാൻ വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പോലീസുകാരനായിട്ട് അഭിനയിച്ചില്ല, ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ പോലീസുകാരനായിട്ട് അഭിനയിച്ച ദിനേശ് പണിക്കരുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ലാലേട്ടൻ്റെ ക്യാരക്ടറും ജോർജ് കുട്ടുമായിട്ട് സിങ്കായിട്ട് വരുന്ന രീതിയിൽ ആണിതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നി. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആൾക്കാർ കൈയടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അത് മനസ്സിലായി, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ചില ലാലേട്ടൻ ഒരു മൊമെൻറ്റിൽ ഒന്ന് ഫിയറി ആവുന്ന, ഒന്ന് ലൗഡാവുന്ന സംഗതികളൊക്കെ ഉണ്ട്. കുറേ പേര് കൈയടിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വെയിറ്റുള്ളൊരു സിറ്റുവേഷനായിട്ട് തോന്നിയില്ല. പിന്നെ ആദ്യമായിട്ട് എനിക്ക് ലാലേട്ടൻ്റെ ഡബ്ബിങ്ങിൻ്റെ സെഷനിലോട്ട് വന്നപ്പോൾ എന്തോ ഒരു മിസ്മാച്ച് തോന്നി. കാരണം പുള്ളി വാക്കുകളുടെ മോഡുലേഷൻ കൊണ്ടും ഒരു ഇമോഷൻ അങ്ങോട്ട് നമ്മളെ ചെവി കൂടെ തലച്ചോറിൽ എത്തിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ പറയും ചെയ്ത്, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും ചെയ്ത്, ഇങ്ങനെയാണ് പുള്ളി ഓരോ വാക്കുകൾക്ക് കൊടുക്കുന്ന ആ വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് മാറിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പുള്ളി ലാലേട്ടൻ്റെ എല്ലാ സിനിമയിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പുള്ളി ആ വാക്കുകൾക്ക് കൊടുക്കുന്ന ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ ഒരു ഡയലോഗ് ഡെലിവറി സമയത്ത്, അത് ഈ സിനിമയിൽ മിസ്സിങ് ആയിരുന്നു. ദൃശ്യം 3 മിസ്സിങ് ആയിരുന്നു. ചിലപ്പോൾ ആ ഒരു ഏജ് റിലേറ്റഡ് ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ വോയിസിൽ വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സമയത്തൊക്കെ ആ വാക്കുകളുടെ ത്രോ ഒക്കെ ഒരു നഷ്ടപ്പെട്ട പോലെ
എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഒന്ന് ലൗഡായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ അത്ര ഒരു ലൗഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യാത്ത കുറച്ചൊന്ന് ഡൗൺ ആയ പോലെയൊക്കെ എനിക്ക് ചിലയിടത്ത് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് അത്ഭുതമായിരുന്നു. ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ ഒരു കഥാപാത്രം സ്ക്രീനിൽ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു വോയിസ് ക്യാരക്ടർ മനസ്സിലാക്കുന്ന സമയത്ത് എന്തോ ഒരു അപഘാതം ഉള്ളതുപോലെ തോന്നിയത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇത്രയും ഏജ് ആയതിൻ്റെതായിട്ടുള്ള ഇതുമായിരിക്കാം, പ്ലസ് ഈ ക്യാരക്ടറിനും അതുപോലെ തന്നെ ഏജ് ഉണ്ടാകും. അതിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കാം എനിക്കെന്തോ അതിലൊരു തകരാറ് പോലെ തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു സുഖകരമായിട്ടുള്ളൊരു ഫീലിംഗ് അല്ലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എന്തായാലും അത് തിയേറ്ററിലൊന്ന് പോയി കണ്ടു നോക്കൂ. ലൈക്ക് എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഐ മീൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നൊന്ന് പോയി നോക്കുക. ഒരു തീരെ മോശം പടം എന്നല്ല, ഒരു ആവറേജ്, ജസ്റ്റ് അബോവ് ആവറേജ് ഒരു ഫീല് തരുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ദൃശ്യം 3 തോന്നിയത്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.